ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് ഒരു വീഡിയോ ആണ്. എങ്ങനെ ചെയ്യണമെന്നൊന്നും വലിയ ഐഡിയ ഇല്ല. പക്ഷേ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലല്ല, ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തും കണ്ടുവരുന്ന കുറച്ച് ചൊറിയന്മാരും കുറച്ച് ചൊറിയത്തികളെയും പറ്റിയുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇത്. നിങ്ങൾക്ക് മേ ബി നിങ്ങളുടെ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് ടോപ്പിക് ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ 10th 12th ഒക്കെ പാസ്സായി എന്ന് വെച്ചു, അത്യാവശ്യം നല്ല മാർക്കാണ്. അപ്പൊ നമ്മുടെ ഈ ബന്ധുക്കളിൽ തന്നെ കുറച്ച് മഹതികളുണ്ട്. ഇങ്ങനെ നിരന്തരം നമ്മളെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും. റിസൾട്ട് വന്നോ, എപ്പോഴാണ് റിസൾട്ട് വരുന്നത്, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഗൈസ്. ഈ ചോദിച്ചുണ്ടല്ലോ നമ്മുടെ ഈ ചെവി ഉണ്ടല്ലോ പൊട്ടും. അങ്ങനെ റിസൾട്ട് വന്നു, നമ്മളെ വിളിക്കുന്നു, നമ്മൾ പറയുന്നു നമുക്ക് അല്ലെങ്കിൽ 96% ഉണ്ട്, അല്ലെങ്കിൽ 86% ഉണ്ട്. എന്റെ ദൈവമേ, നമ്മൾ പറഞ്ഞു മാർക്ക്, നമ്മൾ പാസ്സായി, നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞ്. അപ്പൊ ഇവരുടെ റിയാക്ഷൻ എന്ന് പറയുന്നത്, അതെ, ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് 100% മാർക്കുണ്ട്. അത് ചിലപ്പം ആ കൊച്ചിന്റെ ജാതി വെച്ചോ അല്ലെങ്കിൽ ആ കൊച്ചിന്റെ അച്ഛന്റെ ജോലി വെച്ചോ ഒക്കെ ആയിരിക്കും കമ്പാരിസൺ ചെയ്യുന്നത്. നമ്മളെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ട പകരം അവരുടെ ചിന്ത ഒന്ന് ആലോചിച്ച് നോക്ക്. കമ്പാരിസൺ. ആ കുട്ടിക്ക് അതുണ്ട്, ഈ കുട്ടിക്ക് ഇതില്ല. ഏത് കുട്ടിക്ക്? അവരുടെ കുട്ടിക്ക്, അതായത് അവരുടെ ബന്ധത്തിൽപ്പെട്ട കുട്ടിക്ക് മാർക്ക് കുറവാണ്. ഇതങ്ങ് പറഞ്ഞ് ഇങ്ങനെ ഒരു സുഖം അവർക്ക് കിട്ടും. ഒന്നാമത് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക. നിങ്ങളുടെ മക്കൾ 10th 12th പാസ്സായോ? ചോദിച്ചെന്നേ ഉള്ളൂ. പാസ്സായോ ഇല്ലയോ എന്ന് ദൈവത്തിനറിയാം. ഇനി അടുത്ത കാറ്റഗറി ഓഫ് ആൾക്കാർ എന്ന് പറയുന്നത് നമ്മുടെ ഹയർ സ്റ്റഡീസ് ആണ്. അപ്പോൾ 12th കഴിഞ്ഞു, നമ്മൾ ഹയർ സ്റ്റഡീസിന് പോകാനുള്ള പ്ലാനായി. എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ മെഡിസിന് പോകാൻ തീരുമാനിച്ചു. മാനേജ്മെന്റ് കോട്ടയിൽ കയറാനുള്ള പരിപാടിക്ക് ഇരിക്കുകയാണ്. അപ്പം എൻ്റെ സോ കോൾഡ് അമ്മാവന്മാർ ഫോൺ വിളിച്ചിട്ട്, ഏത് അമ്മാവനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഫോൺ വിളിച്ചിട്ട് എന്തിനാ കൊച്ചിനെ കൊണ്ട് വിടുന്നത്? വേറെ പണിയില്ലേ നിങ്ങൾക്ക്? എന്തിനാ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത്? നിങ്ങളുടെ കാശ് വെറുതെ പോവും, എന്തിനാ കൊച്ചിനെ ഇങ്ങനെ വിടുന്നത്? ഇങ്ങനെ പറയുന്ന കുറച്ച് ആൾക്കാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എന്താ പറയുക? എന്നിട്ട് ഇവര് തന്നെ പറയും നാട്ടിൽ മൊത്തവും മെഡിസിൻകാരും എഞ്ചിനീയർകാരും ഒക്കെയാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ സ്വന്തം മോനെ ഈ പറഞ്ഞ പ്രൊഫഷണൽ കോഴ്സിൽ തന്നെയാണ് വിട്ടേക്കുന്നത്. എന്നിട്ട് ഫോറിൻ കൺട്രീസിലും വിട്ടിട്ടുണ്ട്. എന്താ ചെയ്യുക? കുറ്റം പറിച്ചതിന് യാതൊരു കുറവുമില്ല. നമ്മുടെയൊക്കെ സാധാരണ വീട്ടുകാരാ. പാവം എൻ്റെ അച്ഛൻ ഒരു ഡ്രൈവറാണ്. പാവം മനുഷ്യൻ ഞങ്ങൾ 2 മക്കളെ കഷ്ടപ്പെട്ട് എഞ്ചിനീയറിങ്ങിനും മെഡിസിനും ഒക്കെ വിട്ട് സഹിക്കുന്നില്ലേ? കാര്യം സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ, അല്ലേ? ഇനി അടുത്ത കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. നമ്മൾ കോഴ്സിന് ജോയിൻ ചെയ്തു, BDSന് കയറി കഴിഞ്ഞപ്പോഴത്തേക്കോ പിന്നെ എങ്ങനെ ചൊറിയണം എന്ന് പറഞ്ഞിങ്ങനെ നടക്കുക ഗൈസ്. അപ്പം നമ്മളിങ്ങനെ ഫോൺ വിളിച്ചിട്ട് നിങ്ങളുടെ കോഴ്സ് എങ്ങനെയുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ ചോദിക്കും കേട്ടോ. അവരുടെ റിപ്ലൈ ഇങ്ങനെയാണ്: നിനക്കൊക്കെ എന്തൊരു സിമ്പിളാ, BDS ചുമ്മാ കോപ്പി അടിച്ചാൽ പാസ്സാവത്തില്ലേ, പക്ഷെ PSC അങ്ങനെയല്ല, ഭയങ്കര ടഫാ. ഹലോ മഹാനെ, എല്ലാ കോഴ്സുകളും ടഫാണ്. കോപ്പി അടിച്ചോ കോപ്പി അടിക്കാത്തതോ അല്ല ഇവിടെ വിഷയം. ആ ഡിഗ്രി ഞാൻ എടുത്തല്ലോ, അതുകൊണ്ട് ഞാൻ കോപ്പി അടിച്ചായിരിക്കും പാസ്സായത് അല്ലേ? സഹിക്കുന്നില്ല അല്ലയോ? എന്താ സഹിക്കുന്നില്ല മോനെ? സഹിക്കുന്നില്ല? ഒരു കാര്യം ചെയ്യും, സഹിക്കുന്നില്ലെങ്കിലേ സ്വന്തം മുഖം കണ്ണാടിയിൽ പോയി നോക്കിയിട്ട് ഞാൻ ആരാണ്, ഞാനൊരു കുശുമ്പനാണോ അല്ലെങ്കിൽ ഒരു കുശുമ്പിയാണോ എന്ന് സ്വന്തമായിട്ട് കണ്ണാടി നോക്കി ഒന്ന് ചോദിച്ചു നോക്കൂ. ഇനി അടുത്ത ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, അതായത് സ്പൈ വർക്കുകൾ. അതായത് എൻ്റെ കല്യാണം നടന്നത് മാട്രിമോണി വഴിയാണേ. അപ്പൊ ഈ മാട്രിമോണിയിൽ നമ്മൾ ആദ്യമേ തന്നെ കാണുന്ന ആളെ തന്നെ അല്ലല്ലോ കിട്ടുന്നത്. കുറെ പ്രപ്പോസലുകൾ വരും. അപ്പൊ അതിനകത്ത് എൻ്റെ വീട്ടുകാർ ഈ ചില മഹതികൾ എടുത്തു പറയണമല്ലോ, മഹതികളുമായി ഡിസ്കസ് ചെയ്തു. ഇന്ന പോലെ ഒരു പയ്യനുണ്ട്, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇവർക്കങ്ങ് ഭയങ്കര ടെൻഷൻ, ക്യൂരിയോസിറ്റി. ഇത് നമുക്കറിയുന്നില്ലല്ലോ, ഇവര് ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള ആൾക്കാരാണ്, നമുക്കറിയത്തില്ല. ഇവരുടനെ ചെന്ന് ആ മാട്രിമോണിയിൽ ചെന്ന് ഒരു ഫേക്ക് ID തുടങ്ങുന്നു. അത് സ്വന്തം വീട്ടിലെ ആളുടെ ഫോട്ടോ വെച്ച് തന്നെയാണ് ഈ മണ്ടന്മാർ ചെയ്യുന്നത്. അത് ഈ മണ്ടന്മാർക്ക് അറിയത്തില്ല, ഈ നമ്മുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നമുക്ക് വരും എന്നുള്ള കാര്യം ഇവർക്ക് അറിയത്തില്ല. പക്ഷെ നമ്മളത് കണ്ട്, എന്നിട്ട് ഇവരോട് ചോദിക്കുമ്പോൾ ഇവർക്കൊരു നാണമില്ല കേട്ടോ. ഇവരങ്ങ് ഓപ്പൺ ആയിട്ട് അങ്ങ് പറയുക, അതെ ഞങ്ങൾക്ക് ഇങ്ങനെ നോക്കണമായിരുന്നു. ഇതുള്ളതാണോ എന്ന് ഇവർക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ. ഇത് സംഭവം റിയൽ ആണോ, ഇനി ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ, ചെറുക്കന് പൈസ എങ്ങാനും കൂടുതലുണ്ടോ, ഭയങ്കര സംശയം. എന്നാൽ ഈ പറയുന്ന വ്യക്തികളുടെ വീട്ടിലെ കാര്യങ്ങൾ അടിപൊളിയായിട്ടാണോ പോകുന്നത്? ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ലൈഫിൽ പല ആൾക്കാരും വന്നു പോകും. നമ്മുടെ ലൈഫിലെ ഡിസിഷൻസ് നമ്മളും നമ്മുടെ വീട്ടുകാരും മാത്രമാണ് എടുക്കേണ്ടത്. പിന്നെ 10th 12th നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ, ഇതെല്ലാം നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അത് ഒരിക്കലും റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ സോ കോൾഡ് ഫ്രണ്ട്സോ അല്ലെങ്കിൽ വേറെ മറ്റ് പലരും
ഇടപെടേണ്ട ഒരു കാര്യമില്ല. നമ്മളെ താഴ്ത്തി പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അത് കേട്ട് നമ്മൾ തളർന്നു പോകാൻ പാടില്ല. നമ്മുടെ ലൈഫ് നമ്മുടെ ചോയ്സാണ്. ബൈ.